ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AutoCAD ആണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇത് കേരള PSC മാത്രം ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ല, വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കുറിച്ചൊരു തറവ് നോളജ് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ ഒരു കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മളൊരു തിയറി ക്ലാസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ലെക്ചർ സീരീസിനകത്ത്. സോ ദാറ്റ് നിങ്ങൾക്ക് AutoCADിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻസ് AutoCADിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കമാൻഡ് ക്രിയേറ്റ്സ് എ ന്യൂ ഒബ്ജക്റ്റ് പാരലൽ ടു ദ ഒറിജിനൽ ഒബ്ജക്റ്റ്? ഒറിജിനൽ ഒബ്ജക്റ്റിന് പാരലലായിട്ട് പുതിയ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഓഫ്സെറ്റ് ആണ്. ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ ആൻസറായിട്ട് വരുന്നുണ്ട്. അപ്പം നോക്കാം. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ പ്ലാൻ വരയ്ക്കുമ്പോൾ നമുക്കറിയാം, ഒരു ലൈൻ വരച്ചിട്ട് വാൾ തിക്നെസ് 20 സെൻറ്റിമീറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 20 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് കൊടുത്താണ് വരയ്ക്കുന്നത്. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റിനും പുതിയൊരു ഒബ്ജക്റ്റ് പാരലലായിട്ട് വേണമെങ്കിൽ നമ്മൾ ഏത് കമാൻഡ് കൊടുക്കും? ഓഫ്സെറ്റ് കമാൻഡാണ് കൊടുക്കുക. അപ്പോൾ അത് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് UCS ഇൻ AutoCAD? UCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കോർഡിനേറ്റ് സിസ്റ്റത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കൊരു പോയിന്റ് വേണമെങ്കിൽ നമുക്ക് സ്ക്രീനിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ഇത് 2007 മുന്നേ ഉള്ള വേർഷനിൽ ഉണ്ടായിരുന്നില്ല, 2007 ശേഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്നതിന് ശേഷം നമുക്ക് ഓരോ വ്യൂ വരയ്ക്കുമ്പോഴും കോർഡിനേറ്റ്സ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടി. അപ്പോൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. UCS ഇൻ AutoCAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ചോദിച്ചാൽ തെറ്റിക്കരുത്. UCS എന്ന് പറഞ്ഞാൽ യൂസർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് കമാൻഡ് ചേഞ്ചസ് ക്രോസ് ഹെയർ കേഴ്സർ ഇൻറ്റു ഹാൻഡ് കേഴ്സർ? നമുക്കറിയാം, നമ്മൾ CAD എടുക്കുമ്പോൾ നമുക്കൊരു ക്രോസ് ഹെയർ കേഴ്സർ ആണ് ഉണ്ടാവാറ്. നമുക്കത് ഹാൻഡ് കേഴ്സറിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഏത് കമാൻഡാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഓപ്ഷൻ ബി പാൻ ആണ്. പാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ഹെയർ എന്ന് പറയുന്ന കേഴ്സർ മാറി എന്തായി മാറും? ഹാൻഡ് കേഴ്സറായി മാറും. ഓക്കെ, പിന്നെ സൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സൂം ചെയ്യാനായിട്ട്, കോപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്ന പാൻ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പാൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക, ഹാൻഡ് കേഴ്സറാക്കി മാറ്റാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കീ ടോഗിൾ ബിറ്റ്വീൻ ഡ്രോയിങ് സ്ക്രീൻ ടു ടെക്സ്റ്റ് സ്ക്രീൻ? ഡ്രോയിങ് സ്ക്രീനിൻ്റെയും ടെക്സ്റ്റ് സ്ക്രീനിൻ്റെയും ഇടയ്ക്ക് ടോഗിൾ അല്ലെങ്കിൽ മാറി ഉപയോഗിക്കാൻ പറ്റുന്ന കീ F2 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. F1 എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് വിൻഡോ ആണ്. F2 ടെക്സ്റ്റ് വിൻഡോ ഓൺ ഓർ ഓഫ്, അതായത് ടെക്സ്റ്റിൽ നിന്ന് ഡ്രോയിങ്ങിലേക്ക് മാറാനും എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. F3 ഓ സ്നാപ്പ് ഓൺ ഓർ ഓഫ് ആണ്. 3D ഓ സ്നാപ്പ് ഓൺ ഓർ ഓഫ് ആണ് F4. F5 ഐസോപ്ലെയിൻ ടോപ്പ് റൈറ്റ് ഓർ ലെഫ്റ്റ്. F6 എന്ന് പറഞ്ഞാൽ ഡൈനാമിക് UCS ഓൺ ഓർ ഓഫ്. F7 ഗ്രിഡ് ഡിസ്പ്ലേ ഓൺ ഓർ ഓഫ് ആണ്. F8 ഓർത്തോ ഓൺ ഓർ ഓഫ് ആണ്. F9 ഗ്രിഡ് സ്നാപ്പ് ഓൺ ഓർ ഓഫ് ആണ്. F10 പോളാർ ട്രാക്കിംഗ് ഓൺ ഓർ ഓഫ്. F11 ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ഓൺ ഓർ ഓഫ്. F12 ഡൈനാമിക് ഇൻപുട്ട് ഓൺ ഓർ ഓഫ്. അപ്പോൾ ഈ F1 തൊട്ട് F12 വരെയുള്ള നിങ്ങൾ ജസ്റ്റ് പോസ് അടിച്ച് ഒരു പേപ്പറിൽ എഴുതി വെച്ച് പഠിക്കുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഷുവർ ആണ്. അപ്പോൾ ഇത് മിസ് ഔട്ട് ആക്കരുത്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ് ഇസ് യൂസ് ടു ഡ്രോ സോളിഡ് സർക്കിൾ? സോളിഡ് സർക്കിൾ വരയ്ക്കാൻ വേണ്ടി ഏത് കമാൻഡാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആ റൈറ്റ് സൈഡിലുള്ള ഫിഗറിൽ താഴെ കാണാം, കണ്ടോ, ഒരു ഡോണറ്റ് ഷേപ്പിലുള്ള ഫിഗർ. അത് തന്നെയാണ്, ഒരു ഡോണറ്റാണ് നമ്മൾ സോളിഡ് സർക്കിൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന കമാൻഡ്. അപ്പോൾ അതായത് ഡിസ്ക് പോലത്തെ ഷേപ്പ് അകത്തിങ്ങനെ ഇത് വരുന്ന സോളിഡ് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ ഡോണറ്റാണ്. സർക്കിൾ നമ്മൾ നോർമൽ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഒരു റൈറ്റ് സൈഡിലെ ലൈനിന് ശേഷം കാണുന്നത് അതാണ് പോളി ലൈൻ. അതുകൂടി ഒന്ന് നോക്കി വെക്കാം. ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഗ്രിഡ് പോയിന്റ്സ് ഡസ് എ സർക്കിൾ ഹാവ്? ഒരു സർക്കിളിന് എത്ര ഗ്രിഡ് പോയിന്റ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ ഗ്രിഡ് പോയിന്റ്സ് നോക്കിക്കേ, നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാവും എത്ര എണ്ണം ഉണ്ട്. 4 എണ്ണം സർക്കംഫറൻസിലും 1 എണ്ണം സെൻറ്ററിലും. അപ്പോൾ മൊത്തം 5 ഗ്രിഡ് പോയിന്റ്സ് ആണ് സർക്കിളിന് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എത്ര ഗ്രിഡ് പോയിന്റ്സ് ഉണ്ട് സർക്കിളിന്? 5 ഗ്രിഡ് പോയിന്റ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ആ ഫങ്ഷണൽ കീസ് പറഞ്ഞായിരുന്നല്ലോ, ഫങ്ഷണൽ കീസിൽ എല്ലാം പഠിച്ചു വെച്ചാൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കമാൻഡ് ഇസ് യൂസ് ടു പാർട്ട്ലി ഇറേസ് ആൻ ഒബ്ജക്റ്റ്? ഒരു ഒബ്ജക്റ്റ് പാർട്ട്ലി ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കമാൻഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാതെ ഓപ്ഷൻ സി ട്രിം ആണ്. അതായത് മൊത്തം ഇതാക്കാതെ
ഒരു പാർട്ട് മാത്രം ഇറേസ് ചെയ്ത് കളയാൻ ട്രിം ഉപയോഗിക്കുന്നു. ഇറേസ് മൊത്തം ഇറേസ് ചെയ്യുന്നു. എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ റെക്റ്റാങ്കുലർ ഓപ്ഷൻ വെച്ചിട്ട് റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചെന്ന് വെച്ചു, എന്നിട്ട് നമുക്കത് സെലക്ട് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ആയിപ്പോകും. പക്ഷേ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് മാത്രം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓരോ ലൈൻസായി മാറി നമുക്ക് ഡിലീറ്റ് ആയിപ്പോകും. ഓക്കെ, ഇനി എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് എക്സ്റ്റെൻഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എക്സ്പ്ലോഡും എക്സ്റ്റെൻഡും ഒന്ന് ഓർത്ത് നോക്കുക. ട്രിമ്മാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി 8th ക്വസ്റ്റ്യൻ, എക്സ്റ്റൻഷൻ ഫയൽ ഓൺ CADs. ഇപ്പോൾ CAD നമ്മൾ സേവ് ചെയ്യുമ്പം ഏത് എക്സ്റ്റൻഷൻ ആണെന്നാണ് ചോദ്യം. നിങ്ങളെല്ലാവരും CAD ഉപയോഗിച്ചവരായിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്കറിയാം .dwg ആണ് കറക്റ്റ് ആൻസർ. ഡോക്ക് വേർഡ് ഫയലാണ്, XLX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൽ ഫയലാണ്, EXE എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടബിൾ ഫയൽ ഫോർ MS വേർഡാണ്. അതൊന്നും നിങ്ങൾ ഓർക്കണ്ട. DWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CADൻ്റെ എക്സ്റ്റൻഷനാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. .dwg ആണ്. ഡ്രോയിങ് എന്നുള്ള ഒരു ഇതിൽ ഓർത്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മറക്കത്തില്ല. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ ആണുള്ളത്. 9th ക്വസ്റ്റ്യൻ നോക്കാം. ഫില്ലറ്റ് കമാൻഡ് ഇസ് യൂസ് ടു ക്രിയേറ്റ്. ഫില്ലറ്റ് കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഫിഗറിൽ തന്നെ കാണാം, റൗണ്ട് കോർണേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒരു ചെയിംഫർ കമാൻഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ റൗണ്ടിന് പകരം അവിടെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ കൊടുക്കും. അതാണ് ചെയിംഫർ കമാൻഡ്. ഇപ്പോൾ ഫില്ലറ്റും ചെയിംഫറും അടുത്തടുത്ത് നോക്കാം. ഫില്ലറ്റ് റൗണ്ടും ചെയിംഫർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കും അവിടെ. ഓക്കെ, അപ്പം ഇവിടെ ഓപ്ഷൻ എ ആണ്, റൗണ്ട് കോർണേഴ്സ് ആണ് ഫില്ലറ്റ് കമാൻഡ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കീ ഈസ് യൂസ് ടു ടേൺ ഗ്രിഡ് ഓൺ ഓർ ഓഫ്. അപ്പോൾ നമ്മൾ 4th ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തായിരുന്നു കുറേ ഫങ്ഷണൽ കീസ്. നിങ്ങൾ അതൊന്ന് എഴുതിയെടുത്ത് പഠിക്കുക. എവിടെയെങ്കിലും ഇതൊന്ന് പോസ് അടിച്ച് വെച്ച് ജസ്റ്റ് എഴുതി വെച്ചിട്ട് 12 വരെയുള്ള കീസ് ഒന്ന് പഠിക്കുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ്, F7 ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഷുവർ ആയിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മൾക്കിങ്ങനെ ക്വസ്റ്റ്യൻസ് വഴി AutoCAD കുറച്ച് തിയറി മനസ്സിലാക്കിയതിന് ശേഷം ഒരു തിയറി ക്ലാസ് കൂടി ആകുമ്പോൾ AutoCAD കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങളിത് എന്തായാലും പഠിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സ് എന്തായാലും ഓവർസിയർ ലെവൽ എക്സാംസിന് കിട്ടും AutoCAD പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.